In the year of independence, fighting was fierce in the Negev desert area. Here, Israeli troops routed the Arabs and took hundreds of prisoners. So now Israel is established. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബ് രാജ്യങ്ങൾ എന്തിനാണ് ഇസ്രായേലിനെ ആക്രമിച്ചത്, ഇങ്ങനെ ഒരു ഇസ്രായേൽ ഒരിക്കലും നിലവിൽ വരരുതെന്ന് ആഗ്രഹിച്ച് എന്തുകൊണ്ടാണ് ഇടപെട്ടത് എന്നുള്ള അവരുടെ ഭയം, ആ ഭയം പിന്നീട് നമ്മൾ കാണുന്നത് അത് യാഥാർത്ഥ്യമാവുകയാണ്. അവരുടെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്യൂജി ക്രൈസിസ്, അത് ന്യായമല്ല, ഇങ്ങനെ ഒരു സെറ്റിലർ കോളനി അവിടെ ഉണ്ടാവുന്നത്. 3, അവിടെ ഒരു ഇമ്പീരിയലിസത്തിന് വേണ്ടി, അത് ഇവരെ കോളനൈസ് ചെയ്ത രാജ്യങ്ങളുടെ ഒരു ആമായിട്ട്, ഒരു ഔട്ട് പോസ്റ്റ് ആയിട്ട് ഇസ്രായേൽ പ്രവർത്തിക്കും. പിന്നീട് അങ്ങോട്ട് അടുത്ത 70-75 കൊല്ലം ഇന്ന് ഇറാൻ യുദ്ധം വരെ നമ്മൾ കാണുന്നത് അവരുടെ അന്ന് ഭയപ്പെട്ട ആ കാരണം, ആ ഭയം യാഥാർത്ഥ്യമാണ്. ഇപ്പോ ഞാൻ നേരത്തെ അറബ് ചരിത്രത്തിൽ പറഞ്ഞത്, ഈ അറബ് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 ചേരികളുണ്ടായിരുന്നു. ഒന്ന് ജനാധിപത്യം വന്ന രാജ്യങ്ങൾ, തെരഞ്ഞെടുപ്പിലൂടെ നേതാക്കളെ തെരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ, മൊണാർക്കികൾ, രാജഭരണത്തിന്റെ ഇടയിൽ കഴിയുന്ന രാജ്യങ്ങൾ. ഇതാണ് പ്രധാന കാറ്റഗറി. ഇത് ഈജിപ്തിൽ ജനാധിപത്യം വന്നു. ആദ്യം അവര് ജനാധിപത്യം ആയിരുന്നില്ല, പിന്നീട് അവർ ഒരു ഓഫീസേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വരുന്ന ഒരു നേതാവാണ് ഗമാൽ അബ്ദുൽ നാസർ. പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്, ഒരു പ്രധാനപ്പെട്ട അറബ് ലീഡറാണ്. 3ാം ലോക രാജ്യങ്ങളുടെ നയിച്ച, ഇപ്പൊ നെഹ്റു ഇന്ത്യയിൽ നിന്ന്, നക്രൂമ എനിക്ക് തോന്നുന്നത് ഘാനയാണ്, അതുപോലെ സുഹാർത്തോ ഇന്തോനേഷ്യയിൽ നിന്ന്, ഇവരാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. ബാഡുങ്ങിൽ വെച്ചിട്ട്, ഇന്തോനേഷ്യയിലെ ബാഡുങ്ങിൽ വെച്ചിട്ട് ഫസ്റ്റ് നോൺ അലൈൻമെന്റ്. ഇതേപോലെ ഈ അറബ് രാജ്യങ്ങളിൽ പാൻ അറബിസം എന്നൊരു ഐഡിയോളജി നിലനിൽക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. നിങ്ങൾ സിറിയ, ഇറാഖ്, ഈജിപ്റ്റ്, യമൻ, സുഡാൻ, ഈ രാജ്യങ്ങളുടെയൊക്കെ കൊടി എടുത്തു നോക്കുക. റെഡ്, വൈറ്റ്, ബ്ലാക്ക്, ഈ 3 കളറാണ് അവരുടെ കൊടിയിൽ. ഈ സ്ട്രൈപ്സ് ആണ്. പിന്നെ അതിൻ്റെ അത് ഇച്ചിരി വേരിയേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. കാരണം അവര് അന്ന് വിചാരിച്ചു നമ്മൾ അറബ് രാജ്യങ്ങളല്ല ഒരു ഒറ്റ രാജ്യമായിട്ട്, ഒരു യൂണിയൻ ഓഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഒറ്റ രാജ്യമായിട്ട് മാറും എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അത് അവർ ചെയ്തിട്ടുണ്ട്. സിറിയയും ഈജിപ്തും കൂടെ ഇടയ്ക്ക് അങ്ങനെ ഒരു പാൻ അറബിക് രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്തു. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പാൻ അറബിസം, സെക്യുലർ ആയിട്ടുള്ള, സോഷ്യൽ ഡെമോക്രാറ്റ്സ് ആയിട്ടുള്ള, വളരെ ആധുനികമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ രാജ്യമായിട്ട് അറബ് പ്രദേശം വളരണമെന്ന് ഈ നേതാക്കൾക്കെല്ലാം തന്നെ താല്പര്യമുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നാസറിന് ഈജിപ്തിനോടുള്ള സ്വപ്നം അതായിരുന്നു. നാസർ വാസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ നെഹ്റുവിനെയൊക്കെ പോലെ ഉള്ളൊരു നേതാവായിരുന്നു. ഹി വാസ് നെവർ എ സോഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ കുറെ ഇൻഡസ്ട്രിയൊക്കെ കുറെയൊക്കെ സർക്കാരിന്റെ കീഴിൽ തന്നെ കാണും. വിദ്യാഭ്യാസവും ആരോഗ്യരംഗവും ഒക്കെ സർക്കാർ നിയന്ത്രിക്കണം. ബാക്കിയെല്ലാം നമുക്ക് പ്രൈവറ്റ് മേഖലയ്ക്ക് ഒരു 50-60% ഓഫ് ദ എക്കോണമി കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയോളജി ഉള്ള ഒരാളാണ്. അന്നത്തെ കാലത്ത് ഈ 3ാം ലോക രാജ്യങ്ങളെല്ലാം നിലനിന്ന ഒരു ഐഡിയോളജി ആണ്. അതായത് പ്രധാനപ്പെട്ട കമാൻഡിങ് ഫോഴ്സസ് ഓഫ് ദ എക്കോണമി നമ്മൾ കുറച്ച് സർക്കാരിന്റെ കീഴിൽ വെൽഫെയർ സ്റ്റേറ്റുകൾ ഉണ്ടാക്കുക, രാജ്യത്തെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക എന്നുള്ള ഒരു സ്വപ്നം. പക്ഷെ അത് ഫലവത്തായുള്ളൂ എന്നുള്ള വേറെ ചോദ്യമാണ്. അത് അവരുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നെഹ്റുവിന്റെ ആഗ്രഹമായിരുന്നു, പക്ഷെ അത് ഇറ്റ് നെവർ മെറ്റീരിയലൈസ്ഡ്. സോ ഇവര് ആന്റി ഇമ്പീരിയലിസ്റ്റ് കൂടിയാണ്. അതായത് ഇവർക്ക് ബ്രിട്ടനോടോ ഫ്രാൻസിനോടോ യാതൊരു താല്പര്യമില്ല. ഇവര് ഓടിപ്പോണോന്ന് പറയുന്ന രാജ്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ അവരുടെ റിസോഴ്സുകളെ ഒരിക്കലും ഈ രാജ്യങ്ങൾ കൺട്രോൾ ചെയ്യരുത് എന്ന് പറയുന്ന രാജ്യങ്ങളായിരുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉലീമ വർഗവും പിന്നെ ഭരണവർഗവും തമ്മിലുള്ള ക്ലാഷ് വരുന്നത്. ഉലീമ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഗ്രൂപ്പ്, ഭരണവർഗം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് പൊളിറ്റിക്കൽ ക്ലാസ്. അത് സെപ്പറേറ്റഡ് ആയിരുന്നു അറബ് രാജ്യങ്ങളിൽ 1200 കൊല്ലത്തോളം ഏകദേശം. മാറ്റങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടാകും, പക്ഷെ ഓവർ ദ ബോ അങ്ങനെ ആയിരുന്നു. ഇതിൽ ഉലീമ വർഗത്തിന് ഇപ്പൊ ഒരു പ്രശ്നം വരികയാണ്. അതായത് അതിലെ ഉലീമ വർഗത്തിന് മൊത്തമല്ല, അതിന്റെ ഒരു ചെറിയ സെറ്റ്. അവരുടെ പ്രശ്നം ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടുകൂടി അല്ലെങ്കിൽ മോഡേണൈസേഷൻ വന്നതോടുകൂടി യാഥാസ്ഥികമായിട്ടുള്ള മത ആശയങ്ങൾ മാറുന്നു എന്നുള്ളൊരു പേടി അവർക്ക്. അപ്പോ പഴയ രീതിയിൽ, അതായത് 7ാം നൂറ്റാണ്ട്, 8ാം നൂറ്റാണ്ട്, 9ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന രീതിയിലേക്കുള്ള മതം ഇന്ന് സാധ്യമാകുന്നില്ല. അത് സാധ്യമാകുകയില്ല. കാരണം നിങ്ങൾ ആടിനെ മേച്ചും അനിമൽ ഹസ്ബൻഡറി നടത്തി അല്ലെങ്കിൽ കൃഷി നടത്തി ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്കും ഇതിലേക്കും പോകുമ്പോൾ നിങ്ങളുടെ ജീവിത രീതി മാറ്റേണ്ടി വരും. നിങ്ങൾ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ ഫ്യൂഡൽ വ്യവസ്ഥയിൽ. പക്ഷെ നിങ്ങൾ IT കമ്പനിയും ഫാക്ടറികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ അണുകുടുംബങ്ങളായി മാറും. ആ പഴയ വ്യവസ്ഥ ഒരിക്കലും പ്രൊഡക്ഷൻ വ്യവസ്ഥ മാറുമ്പോൾ നിലനിർത്താൻ പറ്റില്ല. ഇറ്റ് വാസ് എ ഹോപ്പ്ലെസ് ആസ്പിറേഷൻ. അതായത് അവർ വിചാരിച്ചിരുന്നത് നമുക്ക് ഇത് പുറകോട്ട് പോകാം എന്നുള്ളത്.
അങ്ങനെ വന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ്. അത് സയ്യദ് കുത്തുബ് എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ പ്രധാന നേതാവായിട്ട് ഈജിപ്തിൽ വരുന്നത്. അതായത് നേരെ ഓപ്പോസിറ്റ്, അതായത് ഗമാൽ അബ്ദൽ നാസറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ സയ്യിദ് കുത്തബ് മുസ്ലിം ബ്രദർഹുഡ്. ഇപ്പൊ അതേ സാധനം പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മൗദൂദി, മൗലാന മൗദൂദി ആൻഡ് ജിന്ന. അതേ സാധനം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, നെഹ്റു ആൻഡ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഹിന്ദുത്വം. കാരണം അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ കൺട്രോൾ പോകും എന്നുള്ളൊരു പേടി. ഈ പഴയകാല പ്രൊഡക്ഷൻ വ്യവസ്ഥയിൽ നിന്ന് ഗുണം പറ്റിക്കൊണ്ടിരുന്ന മനുഷ്യരുടെ ആധുനികവൽക്കരിക്കുമ്പോൾ, പുതിയ ഇൻഡസ്ട്രിയലൈസേഷനിൽ വരുമ്പോൾ അവരുടെ അധികാര കേന്ദ്രങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭീതി. അതുപോലെ അവർ വിശ്വസിച്ചിരുന്ന ചില പ്രമാണങ്ങളിലും മതപരമായിട്ടുള്ള പ്രമാണങ്ങളിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരും എന്നുള്ള പേടിയിലാണ്. അങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം തുടങ്ങുന്നത്. സയ്യിദ് കുത്തുബ് വളരെയധികം ഇത് ചെയ്യുന്നുണ്ട്, അതായത് അട്ടിമറി നടത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്, വധശ്രമം നടത്തുന്നുണ്ട് അബ്ദുൽ ഗമാൽ നാസറിനെതിരെ. അതിന് കുത്തുബിനെ ഈജിപ്തുകാരെ തന്നെ പിടിച്ച് ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിത്ത് അവിടെ നിന്നാണ് വരുന്നത്. ഏകദേശം ഒരു സ്ട്രീം ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിത്ത് അവിടെ. പിന്നെ വഹാബിസം ഉണ്ട്, സൗദി അറേബ്യയിൽ നിന്ന് വന്ന്, അത് വേറെ സ്ട്രീമാണ്. ബട്ട് ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ഹമാസ് അടക്കമുള്ള എല്ലാ സംഘടനകളെയും ഒരുമാതിരിപ്പെട്ട റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് ആശയങ്ങളെയും ഡ്രൈവ് ചെയ്യുന്നത് ആ ബ്രദർഹുഡിന്റെ ആശയങ്ങളാണ്. ഞാനത് പറഞ്ഞു വെച്ചത് പിന്നീട് അത് എങ്ങനെയാണ് അതിനെ സാമ്രാജ്യത്വം ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിനെ ഉപയോഗിക്കുന്നുണ്ട് സാമ്രാജ്യത്വം. ഇപ്പോ ഈ പാൻ അറേബ്യൻ ഒരു യൂണിറ്റ് വേണമെന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ നാഷണലൈസ് ചെയ്യുക, അവരുടെ റിസോഴ്സുകളെല്ലാം നാഷണലൈസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ടിരുന്നെല്ലാം നാഷണലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറാനിൽ 1953 മുഹമ്മദ് മൊസാദാഖ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരുന്നുണ്ട്. ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആണ്, അത് ഇലക്ഷനിൽ ജയിച്ചു വന്ന ആളാണ്. ഇറാനിയൻ ഓയിൽ, അതായത് ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി, അത് ബ്രിട്ടീഷുകാരും ഇറാന്റെ ഷാ ഭരണാധികാരിയുമായിട്ട് ഉണ്ടാക്കിയിരുന്ന, ഖജ്ജാസ് ആയിട്ട് ഉണ്ടാക്കിയിരുന്ന ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84%, 84% ബ്രിട്ടീഷുകാർക്കും 16% ഇറാൻ. ഇതെങ്ങനെ ഈ ഡീൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാനാണ് നെഗോഷിയേറ്റർ ആണെങ്കിൽ ഞാൻ ഒരു കാലത്ത് സംഭവിക്കില്ല. അറ്റ്ലീസ്റ്റ് 50-50 അല്ലെങ്കിൽ 40-60 ഇത് 84-60. സോ മുഹമ്മദ് മൊസാദാഖ് പറഞ്ഞു ഇതെന്തോ നമ്മുടെ ഓയിൽ, നമ്മുടെ ഭൂമിയിൽ കിടക്കുന്ന ഓയിൽ ബ്രിട്ടീഷുകാർക്ക് വെറുതെ കൊണ്ടുപോവാം. 84% ഓഫ് ദ ഓയിൽ അവർ കൊണ്ടുപോവാം. സോ അയാൾ ലെറ്റ്സ് നാഷണലൈസ് ഇറ്റ്. അവര് അത് നാഷണലൈസ് ചെയ്യുന്നു. ബ്രിട്ടീഷുകാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ബ്രിട്ടീഷ് എംബസി ക്ലോസ് ചെയ്യുന്നുണ്ട്. അത് നാഷണലൈസ് ചെയ്യുമ്പോൾ തന്നെ അത് ബ്രിട്ടീഷ് എംബസി ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ അമേരിക്കക്കാരോട് പറഞ്ഞു നിങ്ങൾ ഇതൊന്ന് അട്ടിമറിച്ച് തരണം. അങ്ങനെ CIA തെഹ്റാനിൽ എന്നവരുടെ, അതായത് തെഹ്റാനിൽ അന്നവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ബേസ് ആണ്. തെഹ്റാനിലെ മാത്രം ബേസ് അല്ല, മൊത്തം ഏഷ്യ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ബേസ് ആണ്. അവർ പോയിട്ട് മൊസാദാഖിനെ അട്ടിമറിക്കുന്നു. അവിടെ ഒരു ഷാ എന്ന് പറഞ്ഞ പെഹലവി എന്ന് പറയുന്ന ഒരു ഷായെ കൊണ്ടുവന്നിട്ട് ഒരു രാജാവ്, ആ രാജാവിനെ പിന്നെ പ്രതിഷ്ഠിക്കുകയാണ്. അയാൾ വളരെ ക്രൂരനായിട്ടുള്ള, വളരെ അട്ടിമറി, ഭയങ്കര ജനങ്ങളെ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടാകുന്നത് 17. ഈ ഇറാനിയൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അത് ജനകീയമായ സമരമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഖൊമേനിയെ ഭരണാധികാരിയാക്കിയത് അമേരിക്കയാണ്. കാരണം റാദർ ദാൻ കമ്മ്യൂണിസ്റ്റ്, അവിടെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. റാദർ ദാൻ കമ്മ്യൂണിസ്റ്റിനേക്കാൾ ബെറ്റർ ഇസ്ലാമിസ്റ്റുകളാണ് അവിടെ ഭരിക്കുന്നത്, നമുക്ക് നല്ലതെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ. ദാറ്റ്സ് അനദർ ഹിസ്റ്ററി. ബട്ട് ദ പോയിന്റ് ഇസ്, ഇത് തന്നെ ഈജിപ്തിൽ നടക്കും. ഈജിപ്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റവന്യൂ ഉണ്ടായിരുന്നില്ല. അവരുടെ സ്യൂസ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനും ഫ്രാൻസും ആണ് അതിന്റെ എല്ലാ റവന്യൂ കൊണ്ടുപോകുന്നത്. അവർക്ക് ചെറിയൊരു ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ്, അവരുടെ ഒരു ഏറ്റവും വലിയ ഡാം, ഹൈഡ്രോ ഇലക്ട്രിക് ഡാം അവർക്ക് ഫണ്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് ഗമാൽ അബ്ദുൽ നാസർ പറഞ്ഞു ഈ സ്യൂസ് കനാൽ നമുക്ക് നാഷണലൈസ് ചെയ്യാം. അവർ കാശ് കൊടുത്തു, അതായത് അവരുടെ ഷെയർ കൊടുത്തു. അതായത് ഫ്രാൻസിനും പിന്നെ ഇംഗ്ലണ്ടിനും അവരുടെ ഷെയർ കൊടുത്ത് അവർ സ്യൂസ് കനാൽ നാഷണലൈസ് ചെയ്തു. ഇത് ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും പിടിക്കുന്നില്ല. കാരണം എന്താ, അവരുടെ കൺട്രോൾ പ്രൊഡക്ഷൻ. പിന്നെ അതായത് വളരെ പ്രധാനപ്പെട്ട ഷിപ്പിംഗ് റൂട്ടാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ ഷിപ്പിംഗ് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ആ റൂട്ടിലൂടെയാണ്, ആ കനാലിലൂടെയാണ്. അതിന്റെ കൺട്രോൾ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കില്ല. സോ അവര് വിടുന്ന വാടക ഗുണ്ടയാണ് ആര്, കീലേരി എച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആണ് ഇസ്രായേൽ. 1956-ലാണ് ഇത് നാഷണലൈസ് ചെയ്യുന്നത്. ഈജിപ്തിനെ ആക്രമിക്കുന്നു, സിനായ് പെനിൻസുല ആക്രമിക്കുന്നു. സിനായ് പെനിൻസുല അവർ ആക്രമിക്കുന്നത് ഈജിപ്ത് ആർമി വന്ന് സിനായ് പെനിൻസുലേക്ക് വരുമ്പോൾ ഫ്രാൻസും ബ്രിട്ടനും കൂടെ കനാൽ ആക്രമിച്ച് പിടിച്ചെടുക്കാമെന്നുള്ള ഒരു പ്ലാനാണ്. പക്ഷെ നാസർ വാസ് ബ്രില്യന്റ്, ഹി ഡസന്റ് ഫാൾ ഫോർ ദാറ്റ്. നാസർ പെനിൻസുലയിലേക്ക് പോകുന്നില്ല,
സൂയസ് കനാൽ ഫോക്കസ് ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇറ്റ് ബിക്കംസ് എ സ്റ്റേൽമേറ്റ്. അത് സോവിയറ്റ് യൂണിയൻ അതിൻ്റെ അകത്ത് ഇടപെടുന്നു. സോവിയറ്റ് യൂണിയൻ പറയുന്നത് ഇത് ഈ പരിപാടി ഇവിടെ നിർത്തിയില്ലെങ്കിൽ യൂറോപ്പ് കടലിൽ ഞങ്ങൾ മിസൈൽ അയച്ചു വിടുന്ന അവിടുത്തെ വിദേശകാര്യമന്ത്രി. അങ്ങനെയാണ് അത് നിൽക്കുന്നത്. ആ സൂയസ് കനാൽ അതിൽ അമേരിക്ക ഇടപെടുന്നു. അമേരിക്ക ഈ വളരെ രസകരം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇതിൻ്റെ അകത്ത് ഈജിപ്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അമേരിക്ക ഒരു കോളനൈസർ ആണ്, ഒരു ഇമ്പീരിയലിസ്റ്റ് ആണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അവർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബ്രിട്ടനും ഫ്രാൻസും ക്ഷയിച്ച് കാണണം, അതുകൊണ്ടാണ്. അല്ലാണ്ട് അവർക്ക് ഈജിപ്തുകാരോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. ബ്രിട്ടനും ഫ്രാൻസും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അവർ ഈജിപ്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഇറ്റ് ബിക്കംസ് എ സ്റ്റേൽമേറ്റ്. ഇസ്രായേൽ അവരുടെ സ്റ്റേറ്റ് ഗോൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ഫെയിൽ ആയിക്കുന്നത്. ഈ സൂയസ് കനാൽ പിടിക്കാനാണ് അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്. പക്ഷെ അത് നടക്കുന്നില്ല, അവർ തോറ്റു പോകുന്നു. ആൻഡ് ഇറ്റ് ബിക്കംസ് എ ബിഗ് വിൻ ഫോർ നാസർ. നാസർ പാൻ ആഫ്രിക്കയിൽ വലിയൊരു തരംഗമായി മാറുകയും അന്നത്തെ കാലത്ത് നാസർ ഈജിപ്തിലെ കൈറോയിൽ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ മൊറോക്കോയിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇരുന്ന് കേൾക്കാൻ, റേഡിയോയിൽ ഇരുന്ന് കേൾക്കാൻ ആൾക്കാരാണ്. അത്രയും വലിയ രീതിയിൽ പുള്ളി വലിയൊരു ഇതാവുകയാണ്. പിന്നീട് നടക്കുന്ന, ഞാൻ ഈ മേജർ കോൺഫ്ലിക്ട്സിലേക്ക് പോകുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അടുത്ത് നടക്കുന്ന തേർഡ് അറബ് ഇസ്രായേലി വാർ എന്ന് പറയുന്നത് 1967 വാറാണ്, 6 Day വാർ എന്നറിയപ്പെടുന്നത്. അത് അഗൈൻ അവര് ഇസ്രായേലിന്റെ ഒരു പ്രീ എംപ്റ്റീവ് വാർ എന്നാണ് അതിന് വിളിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവർ പറയുന്നത് അത് പ്രീ എംപ്റ്റീവ് ആണ്, അതായത് ഈജിപ്റ്റ് ഞങ്ങൾ എന്തോ ചെയ്തു കളയും എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ കയറി ആക്രമിക്കുന്നത് എന്നുള്ളതിലാണ് അവർ ആക്രമിക്കുന്നത്. അതായത് 6 ദിവസം കൊണ്ട് തന്നെ ഈജിപ്തിന്റെ എയർഫോഴ്സസ് എല്ലാം തന്നെ, അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. അതൊരു ബ്ലിറ്റ്സ് ക്രീഗ് ഓപ്പറേഷൻ ആയിരുന്നു. അത് ബേസിക്കലി ഇസ്രായേലിന്റെ മിറാഷ് ദസോൾട്ട് ഫൈറ്റേഴ്സ് പോയിട്ട് നമ്മുടെ ഈജിപ്തിന്റെ എയർ ബേസുകളെല്ലാം ആക്രമിച്ച് അവരുടെ എയർ കേപ്പബിലിറ്റി ന്യൂട്രലൈസ് ചെയ്യും. പിന്നീട് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരികയാണ്. കാരണം എയർ കേപ്പബിലിറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഗ്രൗണ്ട് സപ്പോർട്ട് പിന്നെ ആര് കൊടുക്കും? ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കാൻ എയർ കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ പിന്നെ അവര് വളരെ ദയനീയമായിട്ട് അറബ് രാജ്യങ്ങൾ അത് തോൽക്കുകയാണ്. അതുകൊണ്ട് ആ വാർ 60, അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് 1967 ബോർഡേഴ്സിലേക്ക് തിരിച്ചു പോകണമെന്ന് UN റെസൊല്യൂഷൻ അടക്കം പറയുന്നത്. കാരണം അതൊരു തെറ്റായിട്ടുള്ള വാറായിരുന്നു. അത് എനിവേ ഇസ്രായേൽ ഉണ്ടായി ഒരു 18 കൊല്ലം കഴിഞ്ഞു, അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞു. ഇനി ആ മനുഷ്യൻ എന്തായാലും അവിടെ പോയി താമസിച്ചു, 20 കൊല്ലമായിട്ട് താമസിച്ചു. ഇനി അവിടെ അതിനെ ഡിസോൾവ് ചെയ്ത് കളയാൻ ഞാൻ പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യർ പിന്നെ അവിടെ പോകും. അങ്ങനെ കുറെ പ്രശ്നങ്ങളും. സോ അതുകൊണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എപ്പോഴും പറയുന്നത് പ്രീ 67 ബോർഡേഴ്സിലേക്ക് തിരിച്ചു പോകണം. അതായത് ഗാസ, വെസ്റ്റ് ബാങ്ക്, ഇതെല്ലാം ഗോളൻ ഹൈറ്റ്സ്, ഇതെല്ലാം തിരിച്ച് അവരുടെ പലസ്തീനികളുടെയും പിന്നെ ജോർദന്റെ കയ്യിൽ അല്ലെങ്കിൽ സിറിയയുടെ കയ്യിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഈ 67 ഇവർ പിടിച്ചെടുക്കുന്ന ടെറിട്ടറിയാണ് ഗോളാൻ ഹൈറ്റ്സ്. അത് ഇറ്റ് വാസ് എ ഇൻഡിപെൻഡന്റ്, എനിക്ക് സിറിയനാണോ ലെബനാണോ, ഐ തിങ്ക് ഇറ്റ്സ് സിറിയൻ ടെറിട്ടറിയാണ്. അത് പിടിച്ചെടുക്കുകയാണ് ഗോളാൻ ഹൈറ്റ്സ്. അതുപോലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നു ജോർദന്റെ നിന്ന്. അതുപോലെ ഗാസ ഈജിപ്തിന്റെ നിന്നും പിടിച്ചെടുക്കുന്നു. ആൻഡ് ദേ കൈൻഡ് ഓഫ് ഹോൾഡ് ഇറ്റ് ഡൗൺ ഫോർ ഇത്. അവർ തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തത്. അവർ ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഒരുപാട് ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗാസയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ അതിന് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ സമയത്താണ് PLO ഉണ്ടായി വരുന്നത്. ഇതിൽ ഞാൻ പറയാൻ പറ്റുക കാരണം 1940s 50s തന്നെ PLFP എന്ന് പറഞ്ഞ ഒരു സംഘടന, ജോർജ് ഹബാഷ് എന്ന് പറഞ്ഞൊരു നേതാവ്, ഒരു മാർക്സിസ്റ്റ് ആണെന്ന് തോന്നുന്നു. യെസ്, ഈസ് എ മാർക്സിസ്റ്റ്. അയാൾ ഉണ്ടാക്കുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ ഓഫ് പലസ്തീൻ. അതൊരു മിലീഷ്യയാണ്, ആംഡ് റെസിസ്റ്റൻസ് ആണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെയും കുറെ നേതാക്കളുണ്ട്. അതിപ്പോ ലേല ഖാലിദ്, ജോർജ് ഹബാഷ്, ഇങ്ങനെ പല റെസിസ്റ്റൻസ്, PLOന്റെ റെസിസ്റ്റൻസ്. യാസർ റാഫാത്ത് ഒരു നേതാവായിട്ട് ഈ സമയത്താണ് വളർന്നു വരുന്നത്. സോ 1967 ഈ വാറോട് വലിയൊരു ക്ഷീണം അറബ് രാജ്യങ്ങൾക്ക് വരികയാണ്. കാരണം 6 ദിവസം കൊണ്ട് അവരുടെ ഫോഴ്സസിനെ എല്ലാം ഡിസേബിൾ ചെയ്ത് ഈ ടെറിട്ടറി അതിക്രമിച്ച് പിടിച്ചെടുക്കുകയാണ്. സോ ഇറ്റ്സ് അഗൈൻ ഇല്ലീഗൽ. വാറിൽ ടെറിട്ടറി പിടിച്ചെടുക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഇറ്റ്സ് ഇല്ലീഗൽ. യു കനോട്ട് അക്വയർ ടെറിട്ടറി ബൈ വാർ. ജനീവ കൺവെൻഷൻ അല്ലെങ്കിൽ 1945 UN ഉണ്ടാക്കിയ ഈ നിയമങ്ങളെല്ലാം പ്രകാരം യു കനോട്ട് അക്വയർ ടെറിട്ടറി ബൈ വാർ. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചിട്ട് ഉള്ളി കയറി പോയിട്ട് അത് തിരിച്ചു കൊടുത്തതുകൊണ്ടാകും. ബിക്കോസ് യു കനോട്ട് ഓക്യുപൈ ദാറ്റ് ടെറിട്ടറി. അത് ഇല്ലീഗൽ ആയതുകൊണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേറൊരു മാറ്റം സംഭവിക്കുന്നത് ജോർദൻ പയ്യെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ജോർദനിലെ രാജാവാണ്, മൊണാർക്കിയാണ്. ഇപ്പൊ സിറിയയെ പോലെയോ ലെബനോനെ പോലെയോ ഈജിപ്തിനെ പോലെയോ ഒരു സെക്യുലർ ഡെമോക്രസി ഒന്നല്ല. പുള്ളി രാജാവാണ്. എന്റെ രാജഭരണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല. അപ്പോ അദ്ദേഹം അന്ന് ഈ ഏറ്റവും കൂടുതൽ പലസ്തീനികൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ അഭയാർത്ഥികളായിട്ടുള്ളത് ജോർദനിലാണ് ഇന്നും, അന്നുമല്ല ഇന്നും. അപ്പോൾ ഇവരൊരു പൊളിറ്റിക്കൽ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് PLO, യാസർ റാഫാത്ത്, ഇവരുടെ ബേസ് ഓഫ് ഓപ്പറേഷൻ, അതുപോലെ PLFPന്റെ ബേസ് ഓഫ് ഓപ്പറേഷൻ എല്ലാം ജോർദനിലാണ്. സോ
ഇത് എനിക്കൊരു പ്രശ്നമായി മാറുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് പുള്ളി നടത്തുന്ന ഒരു പരിപാടിയാണ് ബ്ലാക്ക് ഫ്രൈഡേ, ബ്ലാക്ക് സെപ്റ്റംബർ 1970. ഇത് രസകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർദൻ ആർമിയും മറ്റൊരു രാജ്യത്തിന്റെ ആർമിയും കൂടെ ചേർന്ന് അവിടുന്ന് PLOന്റെ കേഡറിനെ, അവരുടെ ഫലസ്തീനികളുടെ അഭയാർത്ഥികളെയും PLOയുടെ കേഡറിനെയും കൊന്നുതള്ളി അവിടുന്ന് ഓടിക്കുകയാണ്. ഏതായിരുന്നു മറ്റേ രാജ്യം? ടേക്ക് എ വൈൽഡ് ഗസ്. പാകിസ്ഥാൻ. കാരണം അന്ന് പാകിസ്ഥാൻ അന്നും അല്ല ഇന്നും അതെ അമേരിക്കൻ ചേരിയിലാണ്. അവർ സെന്റോ, അതായത് നേറ്റോ പോലെ ഏഷ്യയിൽ ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. പിന്നെ നോൺ അലൈൻ മൂവ്മെന്റിനെ കൗണ്ടർ ചെയ്യാൻ സെന്റോ, CNTO. അവരത് ബ്രിട്ടന്റെ കൂടെയായിരുന്നു അവർ, അല്ലെങ്കിൽ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും അമേരിക്കയുടെ ചേരിലായിരുന്നു അവർ. അന്ന് സിയാവുള്ളൊക്കെയാണ് അത് ആ ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്നത്. സിയാവുള്ളൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഭരണാധികാരി, അന്ന് പുള്ളി ബ്രിഗേഡിയർ ആയിരുന്നു ആർമിയിൽ, പാകിസ്ഥാൻ ആർമിയിൽ. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സുന്നിയായിട്ടുള്ള പാകിസ്ഥാനികൾ സുന്നിയായിട്ടുള്ള ജോർദാന് വേണ്ടി സുന്നികൾ ബഹുഭൂരിപക്ഷമുള്ള PLOനെ ആക്രമിച്ചു, പലസ്തീനികൾ ആക്രമിച്ചു. ഹൗ യു ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്? നിങ്ങൾ റിലീജിയൻ വെച്ച് ഇതിന് എക്സ്പ്ലെയിൻ പറ്റില്ല. ഇത് ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് വാർ. ഈ ഒരു പ്രശ്നം ഒരു റിലീജിയസ് പ്രശ്നമേ അല്ല. ഇത് ഒരു പൊളിറ്റിക്കൽ അധികാരത്തിന് വേണ്ടിയുള്ള ഇതാണ്. നമ്മുടെ നാട്ടിൽ പലരും ഇതിനെ മുസ്ലിങ്ങളും യഹൂദരും തമ്മിലുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നം അല്ല. ഇത് ബേസിക്കലി എ കൊളോണിയൽസ് പ്രോജക്ട്. ഇതൊരു ഇമ്പീരിയൽ പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിൽ വരുന്ന റിപ്പർക്കേഷൻസ് ആണ് ബാക്കിയെല്ലാം നിങ്ങൾ കാണുന്നത്, അല്ലെ? ഇപ്പൊ സൗദി അറേബ്യയും ഈജിപ്തും ഒക്കെ പലസ്തീൻ പ്രൊട്ടസ്റ്റ് ബാൻ ചെയ്യുകയാണ്. അത് അങ്ങനെ പലസ്തീനികൾക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്ത് പിടിച്ച് ജയിലിടുകയാണ് ഈജിപ്ത് അല്ലെങ്കിൽ സൗദി അറേബ്യ. വൈ? അവർ മുസ്ലിങ്ങളല്ലേ? വൈ ആർ ദേ ഡൂയിങ് ഇറ്റ്? ഇറ്റ്സ് ബിക്കോസ് അതാ കാരണം. അവർ അബ്രാഹിമിക് അക്കോർഡ്സ് സൈൻ ചെയ്തു. അബ്രാഹിമിക് അക്കോർഡ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇസ്രായേലിന്റെ കൂടെയാണ്. they are in bed with Israel. So again ഈ 1970 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അതൊരു വാറല്ല, അതൊരു എക്സ്റ്റർമിനേഷൻ പ്രോജക്റ്റ് ആണ്. അവര് അപ്പോ PLOന്റെ ബേസ് പിന്നെ ലെബനോണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ലെബനോണിലേക്കാണ് പിന്നെ ഇവർ പോകുന്നത്. ലെബനോണിലെ ഈ ഓടിപ്പോയിട്ടാണ് ഈ PLOന്റെ ബേസ് ഓഫ് ഓപ്പറേഷൻസ് ലെബനോണിലേക്ക് മാറുന്നത്. യാസർ അറഫാത്ത് അടക്കമുള്ളവരെല്ലാം ലെബനോണിലേക്ക് എത്തുകയാണ്. പിന്നെ അടുത്ത് നടക്കുന്ന ഫോർത്ത് Arab-Israeli war ആണ് യോം കിപ്പൂർ വാർ 1973. Now this time Arabs were really prepared. മുമ്പുള്ള 3 യുദ്ധങ്ങൾ പോലെ ആയിരുന്നില്ല. സോവിയറ്റ് യൂണിയൻ നല്ല മനോഹരമായിട്ട് സിറിയനെയും പിന്നെ ഈജിപ്തിനെയും ആം ചെയ്യുന്നു മാത്രമല്ല, സ്ട്രാറ്റജിക് ആയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തണം, ഇന്റലിജൻസ് ഷെയറിങ്, എല്ലാ രീതിയിലും സോവിയറ്റ് യൂണിയൻ സിറിയനെയും ഈജിപ്തിനെയും സഹായിക്കുന്നുണ്ട്. അവർക്ക് ആന്റി ടാങ്ക് ഗൺസ്, അതായത് ഒരു ടാങ്കിനെ ഷൂട്ട് ചെയ്യാൻ റിമോട്ട് കൺട്രോൾഡ് ഗൺസ് അടക്കം, പിന്നെ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസ്, സാംസ് സർഫസ് ടു എയർ മിസൈൽസ്, ഇങ്ങനെ വ്യാപകമായിട്ട് സോവിയറ്റ് യൂണിയൻ ആം ചെയ്യുന്നുണ്ട്. ദേ വർ വെരി വെൽ പ്രിപ്പയർഡ്. ഇസ്രായേലിന് ഇറ്റ് വാസ് എ വാർ ഇനീഷ്യേറ്റഡ് ബൈ അറബ് കൺട്രീസ്. ഇത് ഇസ്രായേൽ ഇനിഷ്യേറ്റ് ചെയ്ത വാറല്ല, ഇത് അറബ് കൺട്രീസ് ഇനിഷ്യേറ്റ് ചെയ്ത വാറാണ്. കാരണം അവർക്ക് സിനായ് പെനിൻസുല തിരിച്ചു പിടിക്കണം. ഗാസ സിനായ് പെനിൻസുല, കാരണം സിനായ് പെനിൻസുലയും പിന്നെ ഇസ്രായേലിന്റെ കയ്യിൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അത് ഗാസയും സിനായ് പെനിൻസുലയും തിരിച്ചു പിടിക്കണം, വെസ്റ്റ് ബാങ്ക് തിരിച്ചു പിടിക്കണം, ഗോളൻ ഹൈറ്റ്സ് തിരിച്ചു പിടിക്കണം. സോ ഇറ്റ് വാസ് എ വാർ ഇനീഷ്യേറ്റഡ് ബൈ അറബ്സ്. ആദ്യ പകുതിയിൽ അറബ്സ് ജസ്റ്റ് ഒബ്ലിറ്ററേറ്റ്, അതായത് ഹ്യൂമിലിയേറ്റ് ഇസ്രായേലീസ്. വളരെ നാണം കെട്ട തോൽവിയാണ് അവർ ഫേസ് ചെയ്തത് ആദ്യ പകുതിയിൽ. ഇസ്രായേൽ അവര് വളരെയധികം തന്നെ ശ്രദ്ധ കേൾക്കിച്ചു. പക്ഷെ അപ്പോഴാണ് ബിഗ് ഡാഡി അമേരിക്ക ഈ ക്രൈസിസ് മനസ്സിലാക്കിയിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇസ്രായേലിന് ആർമമെന്റ്സ് ആൻഡ് മണി വളരെയധികം സപ്ലൈ ചെയ്ത് അവർ ആ വാറിൽ ഇടപെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ബിക്കംസ് എ സ്റ്റേൽമേറ്റ്. അതായത് ആരും വിജയിക്കുകയോ തോൽക്കുന്നില്ല. ഇസ്രായേൽ ഫൈറ്റ്സ് ബാക്ക് ആൻഡ് അവര് പിന്നോട്ട് പോയത് they are able to kind of recover. അങ്ങനെ ഒരു സ്റ്റേൽമേറ്റ് ആവുന്ന ശേഷമാണ് സിനായ് പെനിൻസുല തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈജിപ്റ്റ് അന്ന് ഭരിക്കുന്നത് നാസർ 1970 മരിച്ചു. അതിനുശേഷം അൻവർ സാദത്താണ് ഈജിപ്തിന്റെ ഭരണാധികാരി. അൻവർ സാദത്ത് ഈജിപ്തില് ബാഷർ അൽ അസാദിന്റെ അച്ഛൻ ഹഫീസ് അൽ അസാദാണ് സിറിയയില്. അന്ന് ഹെൻറി കിസിഞ്ചർ വളരെ തന്ത്രപൂർവ്വം ഇവരെ തമ്മിൽ തെറ്റിക്കുന്നുണ്ട്. കിസിഞ്ചർ പോയിട്ട് ആസാദിന്റെ അടുത്ത് പറയും, നോക്കൂ, ഈജിപ്തിന് നിങ്ങളുടെ കൂടെ നിൽക്കൂല, അവർ ഒരു കാലത്ത് നിൽക്കാൻ പോകുന്നു, നമുക്ക് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കണം. ഇതേ ആള് തന്നെ കിസിഞ്ചർ പോയിട്ട് അൻവർ സാദിന്റെ അടുത്ത് പറഞ്ഞു, സിറിയ നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. സിറിയ, കാരണം യോം കിപ്പൂർ വാറിന് ശേഷം സിറിയക്കൊന്നും തന്നെ കിട്ടുന്നില്ല എന്നാണ് പരാതി പറയുന്നത്. അതുകൊണ്ട് സിറിയ
നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇസ്രായേലായിട്ട് സെറ്റിൽ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ദേ ബ്രേക്കപ്പ്. സിറിയയും ഈജിപ്തും ഇത്രയും കാലം ബ്രദേഴ്സ് ആയിട്ട് ഒരു രാജ്യം പോലും ആയതാണ്. അവർ രണ്ടുപേരും ഒരൊറ്റ യൂണിയൻ ഓഫ് അറബ് സ്റ്റേറ്റ് ആയതാണ്. അത് പിന്നെ അത് ഉപേക്ഷിച്ചു. ബട്ട് അത്രയും കാലം കൂടെ നിന്ന് അവർ തെറ്റിപ്പിരിച്ചു ബിക്കോസ് ഓഫ് അമേരിക്ക. അതായത് ഹിൻറി കിസിൻജറിന്റെ ഒരു ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സ് ആണ്. അൻപത് സ്ഥലത്ത് പോയിട്ട് ഇസ്രായേലായിട്ട് സെറ്റിൽ ചെയ്യുന്നു. സിനായ് പെനിൻസുല തിരിച്ചു കിട്ടുന്നു അവർക്ക്. പിന്നെ ഗാസ വാസ് ലിബറേറ്റഡ്. വെസ്റ്റ് ബാങ്ക് അവർക്ക് അവരുടേതായ ഒരു ഇത് കിട്ടി. സിറിയക്ക് ഒന്നും കിട്ടുന്നില്ല. സിറിയയുടെ ഗോളൻ ഹൈസ് സ്റ്റിൽ വിത്ത്. പിന്നീടാണ് ഈ അസാദിന് മനസ്സിലാവുന്നത് ഇതൊരു കള്ളക്കളിയായിരുന്നു. ബട്ട് അപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ടു ലേറ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നടക്കുന്ന മേജർ ഇവന്റ് ആണ് 1982 ലെബനോൺ വാർ. ഇസ്രായേൽ ഈ ലെബനോണിലാണല്ലോ കൂടുതൽ ബേസ് ഓഫ് ഓപ്പറേഷൻസ് ഇവരുടെ. അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന ഒരു കാര്യം, ലെബനോണിലെ ക്രിസ്ത്യാനികളെ, വലിയൊരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് ലെബനോൺ. അവരുടെ ഒരു പാർട്ടിയുണ്ട്, ഫിലാഞ്ചിസ്റ്റ് എന്നാണ് അവരെ വിളിക്കുന്നത്. അവരെ ഇസ്രായേലിന്റെ സൈഡിലേക്ക് വലിക്കുകയും ഒരു സിവിൽ അൺറസ്റ്റ് അവിടെ ഉണ്ടാക്കുകയും ഈ ഫിലാഞ്ചിസ്റ്റുകളെ കൊണ്ട് ഇസ്രായേലി സപ്പോർട്ടോടുകൂടെ സാബ്ര ആൻഡ് ഷാറ്റ്ല മാസക്കർ എന്ന് പറഞ്ഞൊരു മാസക്കർ അവിടെ നടത്തുന്നത്. അതായത് ഒരു ഫലസ്തീനി റെഫ്യൂജീസിന്റെ ക്യാമ്പുകൾ രാത്രി ഇസ്രായേലി ആർമി ലൈറ്റ് അപ്പ് ചെയ്യും. അതായത് ബേസിക്കലി റൗണ്ടഡ് അപ്പ് ആൻഡ് ലൈറ്റ് അപ്പ് ദി സ്കൈസ് ലൈറ്റ് ചെയ്യും. ഫിലാഞ്ചിസ്റ്റിന്റെ ആൾക്കാർ പോയിട്ട് കൂട്ടക്കൊല നടത്തുകയും ചെയ്യും. സാബ്ര ആൻഡ് ഷാറ്റ്ല മാസക്കർ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള മാസക്കറാണ്. ഇതിൽ ലെബനോന്റെ സൗത്ത് ലെബനോന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. ഇതിൽ നിന്നുണ്ടായതാണ് ഹെസ്ബുള്ള. കാരണം അത്രയും കാലം സെക്യുലർ ആയിട്ട് നിന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഇവര് തകർത്തു കളയുന്നു. അപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു ആശയമാണ് ഹെസ്ബുള്ള എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവിടെ ഹെസ്ബുള്ള ജനനം കൊള്ളുന്നത്. അവരതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നു. കാരണം അവർ പറഞ്ഞു, നോക്കൂ, ലുക്ക് അറ്റ് ഹൗ ദേ കിൽഡ് അവർ പീപ്പിൾ. ഇത് നമുക്കിനി നാളെ സംഭവിക്കാം, വി ഷുഡ് യുണൈറ്റ്. അങ്ങനെ അവർ റിലീജിയസ്ലി യുണൈറ്റ് ചെയ്ത്. ബട്ട് ദേ ആർ നോട്ട് ആന്റി ക്രിസ്ത്യൻ. ഐസിസിന്റെ ആക്രമണത്തിൽ ഐസിസിൽ നിന്ന് ക്രിസ്ത്യാനികളെ രക്ഷിച്ചത് ഹെസ്ബുള്ളയാണ്. പിന്നീട് ഉണ്ടാവുന്ന സാധനമാണ് ഇൻതിഫാദ, ഫസ്റ്റ് ഇൻതിഫാദ. അത് യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന. ഈ ഇൻതിഫാദയിലേക്ക് വരുന്നതിന് മുമ്പ് ഹമാസിന്റെ ജനനം, ഹമാസ് 1987 ഉണ്ടാവുന്നത്. ഷെയ്ഖ് യാസിൻ എന്ന് പറയുന്ന ഒരു മതനേതാവ്, പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ സയ്യദ് കുത്തബിന്റെ ബ്രദർഹുഡിന്റെ ഐഡിയോളജിയാണ്. അത് പുള്ളി പറഞ്ഞത്, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്തിനാണ് സയനിസ്റ്റുകളുമായിട്ട് യുദ്ധത്തിന് പോകുന്നത്? നിങ്ങൾ ആദ്യം ദീൻ പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കും, നമുക്കൊരു ഇസ്ലാമിക ലോകം ഉണ്ടാക്കാം, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഇതായിരുന്നു. പക്ഷെ ഇതിന് ഫണ്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ആക്ച്വലി ഫണ്ട്സ് ഹമാസ്. ഹമാസിന്റെ ആദ്യത്തെ പള്ളിയും അവരുടെ മദ്രസയെ ഫണ്ട് ചെയ്തത് ഇസ്രായേലാണ്. ആൻഡ് ഇറ്റ് വാസ് അഡ്മിറ്റഡ് ബൈ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ. ഇത് ഷെയ്ഖ് യാസിൻ വളരുന്നതാണ് ഇസ്രായേലിന് നല്ലത്. കാരണം PLOന്റെ ശക്തി കുറയും, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെയും PLF-ന്റെ ഒക്കെ ശക്തി കുറയും. ആൾക്കാർ ഇതിലേക്ക് കൂടുതൽ പോകും എന്നുള്ള ഇതിലാണ് അവർ ഇത് ഫണ്ട് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ബാക്ക് ഫയർസ്. കാരണം നിങ്ങളുടെ തലയിൽ പോകുമ്പോൾ ഒന്ന് വീഴുമ്പോൾ നിങ്ങളോട് പിന്നെ എന്താ ചെയ്യുക? ആൾക്കാർ എന്ത് ചെയ്യും? ദേ വിൽ ഫൈറ്റ്. അവർ തിരിച്ച് ഫൈറ്റ് ചെയ്യും. അതായത് പലസ്തീനികളെ ഇസ്രായേൽ അവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ റെയ്ഡുകൾ നടത്തിയും ഭൂമി പിടിച്ചെടുക്കാനും സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ അവിടെ കൊല്ലുകയാണ്. ഇത് കാണുമ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് തിരിച്ചടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഷെയ്ഖ് യാസിൻ ഇതിവരെ അടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് യാസിന് വേറെ വഴിയില്ലാണ്ട് ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ ആന്റി ഇസ്രായേലാക്കി മാറ്റി വരും. അങ്ങനെ അവര് ആദ്യകാലങ്ങളിൽ ഈ ബേസിക്കലി ടെററിസ്റ്റ് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. They did terrorist attack on civilians as well. അന്നത്തെ കാലത്ത് സിവിലിയൻസ് ആൻഡ് മിലിറ്ററി ആസ് വെൽ. ഇതിന്റെ ഇടയിൽ അത് പക്ഷെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോഴും PLO, യാസർ അറഫാത്ത് തന്നെയാണ് അന്ന് പലസ്തീന്റെ മുഖം. ഹമാസ് അല്ല. ഹമാസ് ഒരു ഫ്രിഞ്ച് എലിമെന്റ് ആണ്, വളരെ ഫ്രിഞ്ച് ആയിട്ട് നിൽക്കുന്ന എലിമെന്റ് ആണ്. യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു പലസ്തീനികളെ കൊല്ലുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ അതിന് ഇൻതിഫാദ തുടങ്ങുന്നുണ്ട്. ഇറ്റ്സ് എ പ്രൊട്ടസ്റ്റ് ആൻഡ് സംടൈംസ് ആംഡ് സ്ട്രഗിൾ ആസ് വെൽ. അങ്ങനെയാണ് ഓസ്ലോ അക്കോർഡ്സിലേക്ക് വരുന്നത്. അതിന്റെ ഒരു സമാഗമമായിട്ട് വരുന്നതാണ് ആ ഇൻതിഫാദയുടെ കാര്യമായിട്ടാണ് ഓസ്ലോ അക്കോർഡ്സ്. നമുക്ക് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാം. അത് ഇപ്പൊ ഉണ്ടാക്കൂല. ക്രൈറ്റീരിയ 1 മീറ്റ് ചെയ്യണം, ക്രൈറ്റീരിയ 2 മീറ്റ് ചെയ്യണം, ക്രൈറ്റീരിയ 3 മീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അത് ഉണ്ടാക്കാമെന്ന് ഓസ്ലോ അക്കോർഡ്സ്. അതായത് ഓസ്ലോ അക്കോർഡ്സിന്റെ ഉദ്ദേശം 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ്. 2 രാജ്യങ്ങൾ, പലസ്തീനും ഇസ്രായേൽ എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ ഉണ്ടാക്കാനാണ്
അതിലേക്ക് എത്താം, പയ്യെ പയ്യെ നമുക്ക് സ്റ്റെപ്പ് എ, സ്റ്റെപ്പ് ബി എന്ന് പറയുന്ന ബേബി സ്റ്റെപ്സ് ഒക്കെ എത്താം എന്നുള്ള രീതിയിലാണ് ആ ഓസ്ലോ അക്കോർഡ്സ് ഉണ്ടാകുന്നത്. പക്ഷെ ഇസ്രായേൽ നേതന്യാഹു അപ്പോഴത്തേക്കും അധികാരത്തിൽ വന്നു. ഈ നേതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ തന്നെ ഞാൻ ഒരു കാലത്തും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഡൈലൂട്ട് ആയി പോയത്, നടക്കാതെ പോയത് എന്ന് ബ്രാഗ് ചെയ്യുന്ന ആളാണ് നേതന്യാഹു. സോ ഇസ്രായേൽ നെവർ ഇംപ്ലിമെന്റ്സ് ഇറ്റ്, അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് പിന്നെയും ഉണ്ടാക്കുന്നു. ഗാസയിൽ ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കുന്നു. സോറി, ഗാസയല്ല, ഗസ. വെസ്റ്റ് ബാങ്കിലും വെസ്റ്റ് ബാങ്ക് അന്ന് ഏരിയ ബി, ഏരിയ സി ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഏരിയ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഫുള്ളി കൺട്രോൾഡ് ബൈ പലസ്തീൻ. അവിടെ പലസ്തീനികൾ മാത്രമേ ഉള്ളൂ, അതിനെ കൺട്രോൾ ചെയ്യുന്ന പലസ്തീൻ അതോറിറ്റിയാണ്. ഏരിയ ബി ഷെയർഡാണ്, രണ്ടുപേരുടെയും, ഇസ്രായേലിന്റെയും പലസ്തീനികളുടെയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് കൺട്രോളിലാണ്. രണ്ടുപേരും ഉണ്ട് അവിടെ, അതായത് സെറ്റിലേഴ്സും ഉണ്ട്, ഇല്ലീഗൽ സെറ്റിലേഴ്സും ഉണ്ട്, പലസ്തീനികളും ഉണ്ട്. ഏരിയ സി പൂർണ്ണമായിട്ട് ഇസ്രായേലിന്റെ ഇല്ലീഗൽ സെറ്റിലേഴ്സിന്റെ ഏരിയയാണ്, അത് പൂർണ്ണമായിട്ട് ഇസ്രായേലിയാണ് കൺട്രോൾ. ബട്ട് എനി ഹൗ ഈ 3 ഏരിയയിലും മിലിറ്ററി ഔട്ട് പോസ്റ്റുകൾ ഇസ്രായേലിയാണ്. സോ ബേസിക്കലി എന്തൊക്കെ പറഞ്ഞാലും ഈ 3 ഏരിയ കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആണ്. അവരാണ് ആര് പുറത്തു പോകണം, ആരകത്ത് പോകണം എല്ലാം നിയന്ത്രിക്കുന്നവരാണ്. വെസ്റ്റ് ബാങ്കിനെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നവരാണ്. നാളെ ഒരാള് ഇവൻ തീവ്രവാദിയാണ് എന്നും പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ തീവ്രവാദിയാന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു, എന്നിട്ട് ആ വീട് എടുത്തിട്ട് വിൽക്കും. വീടെടുത്ത് വിട്ടിട്ട് വല്ല ന്യൂയോർക്കിൽ കിടക്കുന്നവർക്കും സെക്കൻഡ് ഹോം ആയിട്ട്, അതായത് അവർക്ക് ഡുവൽ സിറ്റിസൺ അനുവദിക്കുന്നുണ്ട്. അതായത് 10% ഓഫ് ഇസ്രായേലീസ് ആർ ഡുവൽ സിറ്റിസൺ. അവർക്ക് വേറെ പാസ്പോർട്ട് ഉണ്ട്, 2 പാസ്പോർട്ട് ഉണ്ട്, ഒന്ന് അമേരിക്കയിലെയോ പോളണ്ടിലെയോ ഇംഗ്ലണ്ടിന്റെയോ ഒക്കെ പാസ്പോർട്ട് ഉണ്ട്. അതേപോലെ അവർക്ക് ഇസ്രായേലി പാസ്പോർട്ട് ഉണ്ട്. സോ ഡുവൽ സിറ്റിസൺഷിപ്പ് ആണ് അത്. അവർ ഇതൊരു വെക്കേഷൻ ഹോമോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. അതായത് പലസ്തീനികളെ ഓട്ടിച്ചു വിട്ടിട്ട് ആ വീട് എടുക്കുന്നത്. സോ വെസ്റ്റ് ബാങ്ക് അങ്ങനെ ആയി മാറുകയാണ്. ഗാസയിലും ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് തുടങ്ങിയാണ്, അല്ലെങ്കിൽ ഗസയിലും ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് തുടങ്ങിയാണ്. ഈ ഗസ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഏരിയ ആണ്. അതൊരു 9 കിലോമീറ്റേഴ്സ് വിത്ത്, ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് വീതിയുള്ള, അല്ല നീളമുള്ള ഒരു ചെറിയ സ്ട്രിപ്പാണ്. അത് ഏകദേശം നമ്മുടെ ഒരു 380 സ്ക്വയർ കിലോമീറ്റർ, 400 സ്ക്വയർ കിലോമീറ്ററിന്റെ അടുത്ത് വരുന്ന, ഏകദേശം നമ്മുടെ എറണാകുളം ജില്ലയുടെ ഒരു താലൂക്ക്, ഇപ്പൊ കുന്നത്തനാട് താലൂക്കോ കൊച്ചി താലൂക്കോ ഏതെങ്കിലും ഒരു താലൂക്കിന്റെ അത്രയും വരുന്ന ഒരു ചെറിയ സ്ട്രിപ്പാണ്. ആ സ്ട്രിപ്പിൽ താമസിക്കുന്നത് ആലപ്പുഴയുടെ പോപ്പുലേഷനാണ്. അതായത് എറണാകുളത്തെ ഒരു താലൂക്കിന്റെ സൈസ് ഉള്ള ഗസയിൽ താമസിക്കുന്നത് ആലപ്പുഴയ്ക്ക് എത്രയായി, 21 lakhs, 21 ലക്ഷം പോപ്പുലേഷൻ. അത്രയും പോപ്പുലേഷനാണ്. 23 ലക്ഷം പലസ്തീനികൾ. ഇതിൽ 70% വീട്, അവരുടെ വീട് അവിടെയല്ല, ഇസ്രായേലിന്റെ ഉള്ളിലാണ്. അവർ അഗതികളാണ്, അല്ലെങ്കിൽ അവർ അഭയാർത്ഥികളാണ്. 70% ഓഫ് ഗസൻസ് ആർ അഭയാർത്ഥീസ്. അവരുടെ വീട് ഇന്നത്തെ ഓക്യുപ്പൈഡ് പലസ്തീനാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉള്ളിലാണ്. ഹൈഫയിലും ടെലവീവിലും സോ ഈ സ്ഥലങ്ങളിലൊക്കെയാണ്. അവരെ അവിടെ നിന്ന് ഓട്ടിച്ച് വിട്ടുകൊണ്ടാണ് ഇവർ ഇവിടെ വന്ന് ഈ ഗസയിൽ വന്നിട്ട് താമസിക്കേണ്ടി വരുന്നത്. അഭയാർത്ഥികൾ, അവർ അഭയാർത്ഥികളാണ് ശരിക്കും പറഞ്ഞത്. അത് ഗസക്കാരല്ല, അവർ വേറെ ഇവിടെ ഇസ്രായേലിന്റെ ഉള്ളിൽ വീടുള്ളവരാണ്. സോ ഈ അവിടെ കൊണ്ടുപോയി വീണ്ടും ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കിയാണ്. അങ്ങനെയാണ് ഇന്തിഫാദ 2000s വരുന്നത്. യാസർ റഫാത്തിന്റെ നേതൃത്വത്തിൽ ഇന്തിഫാദ 2. ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ട്രഗിൾ എന്നാണ് അതിന്റെ അർത്ഥം, സ്ട്രഗിൾ. ആ ഇന്തിഫാദയുടെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസയിൽ നിന്നുള്ള ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ്, ഏകദേശം 10,000 പേരെ അവർ കൊണ്ട് ഇല്ലീഗലി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതിനെ അവർ പിൻവലിക്കുന്നുണ്ട് ഇസ്രായേൽ. എന്നിട്ട് അവിടെ ഇലക്ഷൻ നടത്താമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഇലക്ഷൻ നടത്തുന്നു. ആ ഇലക്ഷനിൽ യാസർ റഫത്ത് മരിച്ചു പോയപ്പോഴത്തേക്ക്, മരിച്ചതാണോ വന്നതാണോ നോബഡി നോസ്, ബട്ട് നാച്ചുറൽ ഡെത്ത് ആണെന്നാണ് പറയുന്നത്. പക്ഷെ 2006 തോന്നുന്നത്. അത് ജിമ്മി കാർട്ടറാണ്, അമേരിക്കൻ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജിമ്മി കാർട്ടറാണ് ആ ഇലക്ഷൻ നിരീക്ഷൻ. അയാൾ പറഞ്ഞത് 100% എന്താ പറയാ, ന്യായമായിട്ട് നടന്നൊരു ഇലക്ഷൻ ആണെന്നാണ് പുള്ളി പറഞ്ഞത്, സർട്ടിഫൈ ചെയ്തത്. ഹമാസ് വിജയിക്കുന്നു. ബിക്കോസ് നോക്കൂ, സെക്യുലർ ആയിട്ട് നിലനിന്ന എല്ലാ ശക്തികളെയും ഇസ്രായേൽ തകർത്തു കളഞ്ഞു. ഫത്താനെ തകർത്തു, അല്ലെങ്കിൽ PLO, PLF ഇതിനെ തകർത്തു. അപ്പൊ പിന്നെ ആരാണ്, എവിടെയെങ്കിലും ആൾക്കാർ പോകണ്ടേ? അപ്പൊ പിന്നെ ആൾക്കാർ എവിടെ പോകും? അപ്പൊ അവിടെ നിന്നത് സായുധപരമായിട്ട് ഇസ്രായേലികളെ ആക്രമിക്കുന്ന ഹമാസാണ്. ഡിസൈഡഡ് വിത്ത് ഹമാസ്. കാരണം അവർക്ക് വേറെ വഴിയില്ല. ബാക്കി എല്ലാത്തിനും സ്ട്രെങ്ത് കുറച്ച് കഴിഞ്ഞ് പിന്നെ അവരോട് പോകും. കാരണം ഇവര് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഉള്ളിൽ, ഡേവിഡ് കാമറൂൺ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ, ഇറ്റ്സ് എ വേൾഡ്സ് ബിഗസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. 4 സൈഡിൽ നിന്നും സീജ് ചെയ്തേക്കാണ്. ഒരു സൈഡിൽ കടലാണ്, ഒരു സൈഡിൽ ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് പ്ലേറ്റ് മാറ്റി. ഈജിപ്റ്റ് സ്റ്റോപ്പ് സപ്പോർട്ടിങ് പലസ്തീനിയൻസ്. പിന്നെ 2 സൈഡിലും ഇതാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് ആണ്. വാള് അല്ലെങ്കിൽ ഇത് ബാരിക്കേഡ്സ് ഒക്കെ. സോ വേർ വിൽ ദേ ഗോ? അവരുടെ വെള്ളം കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലാണ്. അണ്ടർ സീജ് ആണ്. ദേ ആർ എ ടെറിട്ടറി അണ്ടർ സീജ്.
അങ്ങോട്ട് വെള്ളം കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലാണ്, വൈദ്യുതി കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലാണ്, ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേൽ. അങ്ങോട്ട് ഒരു കടലാസ് പോലും കടത്തി വിടുന്നത് ഇസ്രായേലിന്റെ പെർമിഷനിലാണ്ട് നടക്കില്ല. അതായത് ഹമാസ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹമാസിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അണ്ടർ സീജ് ചെയ്യുന്നു. സോ ഇതിൽ ആൾക്കാർ പലതും പറയുന്നത് കേൾക്കാം, ഇസ്രായേൽ ആണല്ലോ ഗാസക്കാർക്ക് ഭക്ഷണവും വെള്ളം കൊടുക്കുന്നതല്ല, കൺട്രോൾ ചെയ്യുന്നതാണ്. അതിപ്പോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, നിങ്ങളുടെ വീട്ടിൽ 6 മുറിയുണ്ട്, 5 മുറി ഞാൻ പിടിച്ചെടുത്തു, എന്നിട്ട് നിങ്ങളുടെ 4 വീട്ടുകാരെ ഞാൻ ഒരു മുറിയിൽ പൂട്ടിയിട്ടു, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ദിവസവും വെള്ളം തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വെള്ളം പ്രൊവൈഡ് ആണോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആളോ? ഇല്ല. നിങ്ങളുടെ ഭക്ഷണത്തെ, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ആളാണ് ഞാൻ. ഒരു ബന്ദിയെ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് അതുപോലെ നിയന്ത്രിക്കുന്നത്. അത് തന്നെയാണ് ഗസക്കാരുടെ പ്രശ്നം. അത് തന്നെയാണ്. അവർക്ക് എയർ സ്പേസ് ഇല്ല, സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ അനുവാദമില്ല, മീൻ പിടിക്കാൻ അനുവാദമില്ല, മീൻ പിടിക്കാൻ കടലിലേക്ക് കഴിഞ്ഞാൽ വെടിവെച്ചു. സോ ബേസിക്കലി അവർ ബന്ദിയായിട്ട് അവിടെ താമസിക്കുകയാണ്. ഇനി ഇത് ഹമാസ് പിന്നെ അടുത്ത ലെവലിലേക്ക് ഇത് പോകുന്നു. മെനി അറ്റാക്സ്, അതായത് ഓപ്പറേഷൻ കാസ്ലേറ്റ്, ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ അവരതിനെ പറയുന്ന മൂവിങ് ദ ലോൺ, അതായത് പൊക്കമുള്ള ചെടികൾ കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഗ്രാസ് കട്ട് ചെയ്ത് കളയും, മൂവിങ് ദ ലോൺ മൂവ് ചെയ്യുന്നത്. ആ ഓപ്പറേഷനിലൊക്കെ അവർ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഹമാസിന്റെ കയ്യിൽ നിന്നുള്ള റിറ്റാലിയേഷൻ ഉണ്ടാവും. ആ റിറ്റാലിയേഷനിൽ പിന്നെയും തിരിച്ചടി ഉണ്ടാവും. അങ്ങനെയാണ് ഇന്നത്തെ ക്രൈസിസിൽ വന്ന് നിൽക്കുന്നത്. ഇന്ന് കാണുന്ന 2025 ഇന്ന് അവിടെ നടക്കുന്ന ജനസൈഡ്, ഇറ്റ്സ് പ്യൂർലി ജനസൈഡ്. അതായത് നിങ്ങൾക്ക് ബേസിക്കലി ഇസ്രായേൽ പറയുന്ന ഹ്യൂമൻ ഷീൽഡ് ആണോ, യു ഹാവ് ടു മേക്ക് എ വേ അറൗണ്ട് ഇറ്റ്, അല്ലേ? ഇപ്പൊ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളെ തല്ലണം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്, ഞാൻ ആ കൊച്ചുകുട്ടീനെ ഇടിച്ചോണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ ആ കൊച്ചുകുട്ടിയെ കൊന്നുകൊണ്ട് നിങ്ങൾ ഇടിക്കാൻ പറ്റും? ഇല്ല. യു ഹാവ് ടു മേക്ക് എ അറൗണ്ട്, യു ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. അങ്ങനെ സിവിലിയൻ പോപ്പുലേഷനെ കാർപ്പറ്റ് ബോംബ് ചെയ്ത് ഒന്നിട്ടല്ല നിങ്ങൾ പിന്നെ ഹമാസിനെ പിടിക്കേണ്ടത്. ഹമാസിനെ പിന്നെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് 2 കൊല്ലം മുമ്പ് നെതന്യാഹു തുടങ്ങിയത്. ഇന്നും എന്നിട്ട് അവരോട് തന്നെ പോയിട്ട് സീസ് ഫയർ അഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടി വന്നു. ഏകദേശം 4 ലക്ഷം ഗാസക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ നമ്പർ 60,000 ആണ്. പക്ഷെ അത് ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്ത മരണമാണ്. ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യാത്ത മരണമല്ല, അതായത് കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുന്നവർ, കാണാതായി പോയവർ, ഇങ്ങനെ ഒരുപാടുണ്ട്. ഏകദേശം ഒരു ബോംബിംഗ് ക്യാമ്പയിനിൽ 1:4 ആണ്. ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് 4 പേർക്ക് ഉണ്ടാവും. 4 മരണങ്ങൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് കോസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇറ്റ്സ് മോർ ദാൻ 2 lakhs അറ്റ്ലീസ്റ്റ്. 60,000 എന്നുള്ള ഒഫീഷ്യൽ കൗണ്ടാണ്. സോ ബേസിക്കലി ഈ ഒരു കോൺഫ്ലിക്റ്റിൽ നമ്മളിവിടെ എത്തി നിൽക്കുമ്പോൾ ഇതിനൊരു റെസൊല്യൂഷൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. എന്താണ് റെസൊല്യൂഷൻ? അപ്പൊ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റൂട്ട് കോസ് അറിയാതെ റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ പനി ഉണ്ടാവും, ക്രോസിംഗ് കഴിച്ച ഹെപ്പറ്റൈറ്റിസ് എ മാറില്ല, പനി ചിലപ്പോൾ ഒന്ന് കുറയും, പക്ഷെ രോഗം അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയോ അല്ലെങ്കിൽ ആ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന്റെ മൂല കാരണം എന്താണ്? ആ സാധനത്തിനാണ്. സോ ഇവിടെ കോളനൈസേഷൻ, സെറ്റിലർ കോളനൈസേഷൻ ആണ് ഇതിന്റെ മൂല കാരണം. അതാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം. സയനിസം എന്ന് പറയുന്ന സെറ്റിലർ കോളോണിയൽ പ്രോജക്ട്. അഗൈൻ ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ജൂതയിസം. ഇതിനെ എതിർക്കുന്ന യഹൂദന്മാർ ലോകം മൊത്തമുണ്ട്. ഒരുപാട് അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള യഹൂദരും ഇസ്രായേലിന്റെ ഉള്ളിലുള്ള തന്നെ അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള ഇലാൻ പാപ്പയെ പോലുള്ള ഇതിനെ നഖഷ്കാന്ത് എതിർക്കുന്നവരുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ജൂതയിസം, ദിസ് ഇസ് എ പൊളിറ്റിക്കൽ പ്രോജക്ട്. ഇതൊരു കൊളോണിയൽ, സെറ്റിലർ കൊളോണിയൽ പ്രോജക്റ്റ് ആണ്. ആ കൊളോണൈസേഷൻ എന്ന ആശയം തകരാതെ, ആ ആശയം സ്റ്റോപ്പ് ആവാതെ, കോളോണൈസേഷൻ സ്റ്റോപ്പ് ആവാതെ, ഇവിടെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കിയാലും സിംഗിൾ സ്റ്റേറ്റ് ഇറ്റ് വിൽ നെവർ സ്റ്റോപ്പ്, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് സൊല്യൂഷൻ. അതായത് സിംഗിൾ സ്റ്റേറ്റ് സൊല്യൂഷനോ 2 സ്റ്റേറ്റ് സൊല്യൂഷനോ, അത് പ്യൂർലി ലോജിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഏത് സൊല്യൂഷൻ വേണമെന്നുള്ളത്. പക്ഷെ ഇതിന്റെ കോർ ആശയമായിട്ടുള്ള കോളോണൈസേഷൻ അത് നിൽക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരമേ ഉണ്ടാകില്ല. ഇന്നും നമ്മൾ കാണുന്ന ഇറാനിയൻ ക്രൈസിസ്, അഗൈൻ അതൊരു ഗ്രാൻഡർ സ്കീം ഓഫ് തിങ്സ് ആണ്. ഇപ്പൊ ഇസ്രായേൽ ആക്രമിക്കാത്ത അയൽ രാജ്യങ്ങളില്ല. ലബനോൺ ആക്രമിച്ചിട്ടുണ്ട്, സിറിയനെ ആക്രമിച്ചിട്ടുണ്ട്, ജോർദനെ ആക്രമിച്ചിട്ടുണ്ട്, ഈജിപ്തിനെ ആക്രമിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇറാനെ കയറി ആക്രമിച്ചു. വൈ? റൈറ്റ്? ഇസ്രായേൽ ഇതുവരെ NPT സൈൻ ചെയ്തിട്ടില്ല, നോൺ ന്യൂക്ലിയർ പ്രൊലിഫറിക്കേഷൻ ട്രീറ്റി സൈൻ ചെയ്തിട്ടില്ല. ഇസ്രായേൽ ഇതുവരെ IAEA, അതായത് ഇന്റർനാഷണൽ അതോറിറ്റി ഓഫ് മറ്റേ ന്യൂക്ലിയർ ഏജൻസി, അതിന്റെ പേര് അവരുടെ ഇൻസ്പെക്ഷന് അവർ ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ഇൻസ്പെക്ട് ചെയ്യാൻ അവർ അംഗീകരിച്ചിട്ടില്ല. ഇതെല്ലാം ചെയ്ത രാജ്യമാണ് ഇറാൻ. എന്നിട്ട് പറയണം അവർ ആയുധം ഉണ്ടാക്കുവാണ്, അതായത് ന്യൂക്ലിയർ ആയുധം ഉണ്ടാകുന്ന അവരെ കയറി ആക്രമിക്കുക. ഇറ്റ്സ് അബ്സർഡ്. വൈ? ബിക്കോസ് കാരണം ഇതൊരു ഇമ്പീരിയലിസ്റ്റ് പ്രോജക്റ്റ് ആണ്. ആ റീജിയണിനെ മൊത്തം, ഇപ്പൊ സിറിയയിൽ അവിടെ ഒരു പപ്പറ്റിനെ കൊണ്ട് നിർത്തി. ഇപ്പൊ ഗുലാനി എന്ന് അല്ലെങ്കിൽ ജുലാനി എന്ന് പറയുന്ന ആള് അമേരിക്ക $10 മില്യൺ തലക്ക് വില പറഞ്ഞത് ഭീകരവാദിയായിരുന്നു.
അയാളെ തന്നെയാണ് അമേരിക്ക അവിടെ പ്രതിഷ്ഠിച്ചത്. അയാൾ പറയുന്നത് എനിക്ക് ഇസ്രായേലിനോട് വലിയ സ്നേഹമാണ്, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് അയാൾ പറയുന്നത്. സോ വൈ? ഇതെന്തുകൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ പെരുമാറുന്നത്? ഇതിന് എന്താണ് അതിന്റെ ഗ്രാൻഡ് പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കുന്നതാണ്. സോ ബേസിക്കലി ഇൻ എ നട്ട്ഷെൽ, ഈ കൊളോണൈസേഷൻ നിൽക്കാതെ, അതിനുള്ള ഫണ്ടിങ് നിൽക്കാതെ, $4 ബില്യൺ ഒരു വർഷം അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്നു. അത് കൊടുക്കുന്നിടത്തോളം കാലം മിഡിൽ ഈസ്റ്റിൽ ഒരു കാലത്തും പീസ് വരില്ല. ഇനിയും അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവും, ഇനിയും മനുഷ്യർ കൊല്ലപ്പെടും. 2 ലെവലിൽ ഇത് നിൽക്കണം. അമേരിക്കയുടെ ഫണ്ടിങ് നിൽക്കണം, സയണിസം എന്ന് പറയുന്ന ആശയം തകരണം. ലെറ്റ് ഇറ്റ് ബി എ നോർമൽ കൺട്രി, അല്ലെ? ഇസ്രായേലിൽ അവിടെ താമസിക്കുന്ന മനുഷ്യർ ഇങ്ങോട്ടും, കാരണം അവരുടെ ഇപ്പൊ 2-3 തലമുറയായി, അവരവിടെ എവിടെ പോകും? ഓഫ് കോഴ്സ് ഡുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് പോവാം, പക്ഷെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇസ്രായേലിൽ മാത്രം സിറ്റിസൺഷിപ്പ് ഉള്ളവർ ഇപ്പൊ 2-3 തലമുറയാണ് അവിടെ ജീവിക്കുന്നത്. സോ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഒരു സെക്യുലർ റിപ്പബ്ലിക്. കാരണം യഹൂദനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഈ 2000 വർഷം അല്ലെങ്കിൽ 1800 വർഷം സമാധാനമായിട്ട് കഴിഞ്ഞ സ്ഥലമാണത്. അത് ഇനിയും സാധിക്കും. ഓഫ് കോഴ്സ് ദേ ക്യാൻ, കാരണം അവർ സമാധാനമായിട്ട് കഴിഞ്ഞ സ്ഥലമാണത്. അവിടുത്തെ എന്റെ സ്വപ്നം എന്ന് പറയുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ജെറുസലേം എന്നാണ്. അത് ഫലസ്തീൻ എന്നും പേരിടണ്ട, ഇസ്രായേൽ എന്നും പേരിടണ്ട, ഒരു സിംഗിൾ റിപ്പബ്ലിക് ആയിട്ട് ആ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് അവിടെ ഒരു പീപ്പിൾസ് റിപ്പബ്ലിക് ആയിട്ട്, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ജെറുസലേം. കാരണം ഈ പ്രധാനപ്പെട്ട 3 മതങ്ങളുടെ ഹോളി ലാൻഡാണ്. അങ്ങനെ അവർക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ വാട്ട് ഹാപ്പൻസ് ഇസ് അനദർ തിങ്, ബട്ട് എനിക്ക് തോന്നുന്നു അതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കോളനൈസേഷൻ ഇസ് ആൻ ഈവിൾ പ്രോജക്ട്. അത് നിൽക്കാതെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ പോകുന്നില്ല. എങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ അത് മിഥ്യാധാരയാണ്. താങ്ക് യു. എന്നെ ഇത് പ്രസന്റ് ചെയ്യാൻ സഹായിച്ച എന്റെ സോഴ്സ് 2-3 പേരുണ്ട്. ഒന്ന് ഫസ്റ്റ് നോർമൻ ഫിങ്കൽസ്റ്റീൻ, പ്രൊഫസർ നോർമൻ ഫിങ്കൽസ്റ്റീൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഒരു ഹോളോകോസ്റ്റ് സർവൈവേഴ്സിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെക്കോർഡിങ്സ് 2 ലാഹോർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രൊഫസറായിട്ടുള്ള തൈമുർ റഹ്മാൻ, 3 ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റി, അതായത് ടെക്സസ് ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റിയിലെ റോയ് കസഗാൻഡ്ര എന്ന് പറയുന്ന പ്രൊഫസർ റോയ് കസഗാൻഡ്ര. ഇങ്ങനെയുള്ള 3 പേര്, പിന്നെ വേറെ കുറച്ച് പേരുണ്ട്, ഇലാൻ പാപ്പെ, എഡ്വേർഡ് സയ്യിദ്, അങ്ങനെയുള്ള കുറച്ച് പ്രഭാഷകരും ആക്ടിവിസ്റ്റുകളുടെയും ഹിസ്റ്റോറിയൻസിന്റെയും അക്കാഡമിഷ്യൻസിന്റെ സോഴ്സ് മെറ്റീരിയലിൽ നിന്നാണ് ഞാൻ ഇത്രയും സമാഹരിച്ചത്. താങ്ക്സ് ടു ദം ഫോർ ദെയർ ബ്യൂട്ടിഫുൾ വർക്ക്. താങ്ക് യു.